Assalamu alaikum. Calicut Flavours-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ ബ്രെഡ് പോക്കറ്റ്സ് അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ബ്രെഡിൽ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു നല്ല സ്നാക്കാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതേസമയം നല്ല ടേസ്റ്റാണ്. ഇത് ബ്രെഡാണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞറിയിക്കണം, എന്നാൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഉണ്ടാക്കാം. ബിസ്മില്ലാ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം, എണ്ണ അത്ര യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ. എന്നിട്ട് ചിക്കൻ ഒന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ കാലിൻ്റെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, നേരിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, പെട്ടെന്ന് കുക്കായി കിട്ടും. പക്ഷേ ലെഗ് പീസൊക്കെ ആകുമ്പോൾ കുറച്ച് ഒന്ന് വേവിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം, അത് വേവാൻ കുറച്ച് ടൈം എടുക്കും. നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ബ്ലഡൊക്കെ കാണാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്, അതും എല്ലോട് കൂടിയ ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോ എടുത്താൽ മതിയാവും. ഇപ്പോൾ കണ്ടോ, ചിക്കനൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മളിതിപ്പോൾ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വേവിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണത്. അല്ലാതെ നമ്മൾ സാധാരണ നല്ലോണം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ചിക്കൻ കുക്കായി കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെഗ് പീസ് ആയതുകൊണ്ടാണ് കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്കൊരു 3 മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല നേർങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു 5-6 കറിവേപ്പിൻ്റെ ഇല, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചത്, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെയാണ് ഉള്ളി താളിക്കാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിലും അത്യാവശ്യം ഉപ്പുണ്ടാവും. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് താളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉള്ളിൻ്റെ ആ കടിക്കുന്ന സ്റ്റേജ് ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനത് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അതിലുള്ള എല്ലൊക്കെ മാറ്റിയിട്ട്. പിന്നെ ഈ ഫില്ലിങ്ങിൽ നമ്മളെ ഉള്ളിനേക്കാളും കുറച്ചധികം ഉണ്ടാവണം നമ്മളെ ചിക്കൻ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ പോക്കറ്റ്സ് ആക്കി എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പാലും ഒരു 1/2 കപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ അരികൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം.
എന്തായാലും ഞാനിപ്പോൾ നമ്മൾ ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലും വെള്ളം കൂടി ചേർന്ന ഒരു മിക്സ് എടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ആ പാലൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളെ പണ്ടം ഉണ്ടല്ലോ, നമ്മളെ ഫില്ലിങ്, അതെടുത്തിട്ട് കുറച്ച് മിഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി 2 കൈ കൊണ്ടൊന്ന് നടുവിൽ മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം പ്രസ് ചെയ്തിട്ട് വെക്കാം. ഇങ്ങനെ തന്നെ നന്നായിട്ട് സ്റ്റിക്കായി നിന്നോളും. അപ്പോൾ നമ്മളെ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലിനി മൈദൻ്റെ ആ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ട് സ്റ്റിക്കായിക്കോളും. അടുത്തൊരു പോക്കറ്റും കൂടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ നമ്മളിവിടെ ഗൾഫിലൊക്കെ കിട്ടുന്ന മിൽക്ക് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ അതിന് ശരിക്കും പാലിലും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വെള്ളത്തിൽ തന്നെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നാട്ടിലൊക്കെ കിട്ടുന്ന ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമുക്ക് പാൽ യൂസ് ചെയ്യാം. പാൽ മാത്രമായിട്ട് എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ പോക്കറ്റ്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ആ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് കാണിക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള ബ്രെഡിനനുസരിച്ചിട്ട് പാലോ വെള്ളമോ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിക്കനിൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് ചിക്കൻ വേവിച്ചെടുത്തിട്ട് പണ്ടം റെഡിയാക്കാം. എന്നിട്ട് ഇതുപോലെ പോക്കറ്റ്സ് റെഡിയാക്കാം. അപ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ചില സമയമൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളെ സ്പൈസ് ലെവലിനനുസരിച്ച് ഇങ്ങനെയും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോക്കറ്റ്സ് ഓരോന്നായിട്ട് ഇതുപോലെ മുട്ടൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാലിലൊക്കെ ഡിപ്പ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മുട്ട മതി. അപ്പോൾ ഇനി ഓരോന്നും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞങ്ങൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്തിട്ട് പൊരിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് അങ്ങനെ ചെയ്തിട്ട് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ ഈ ഒരു ടേസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ബാക്കി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടി എടുത്തിരുന്നു കേട്ടോ, ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ആകെ ഒരു 16 പോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 16 ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾ ബ്രെഡിനും അനുസരിച്ച്, ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ചിക്കൻ ബ്രെഡ് പോക്കറ്റ്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുമാത്രം പോരാ, ഉണ്ടാക്കി നോക്കുക, പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. പിന്നെ കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഫോട്ടോസ് അയച്ചു തരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ, കാലിക്കറ്റ് ഫ്ലേവേഴ്സ്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാം. ഇനി ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല, പബ്ലിക്കായിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ട് അയച്ചു തരാം.
എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് calicutflavors916@gmail.com. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ ഒരുപാട് പേര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്, നല്ല കമൻറ്റ്സ് അറിയിച്ചിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ് പറയാൻ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ലെങ്തി ആക്കുന്നില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം, നല്ല റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.